ഷിക്കഞ്ചെ കാ ദർദ് ഒരു ദളിത് റൈറ്റിംഗ് ആണ്. സുശീല ഠാക്ബോറെ എന്ന ദളിത് സ്ത്രീയുടെ ആത്മകഥയുടെ ഒരു ചെറിയ അംശമാണ് ഷിക്കഞ്ചെ കാ ദർദ്. അതുകൊണ്ട് തന്നെ മറ്റ് കഥ വായിക്കുമ്പോൾ എടുക്കുന്ന ഒരു ലാഘവത്തോടെ ഇതിനെ എടുക്കാൻ പറ്റില്ല. കാരണം ദളിത് റൈറ്റിംഗ്സ് അടിച്ചമർത്തലും അവഗണനയും കാലാകാലങ്ങളായി അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ കഥയാണ്. ആക്ച്വലി ഒരു 1960s വരെ സാഹിത്യ ലോകത്ത് അങ്ങനെ കാര്യമായ ദളിത് റൈറ്റിംഗ്സ് കണ്ടുവന്നിരുന്നില്ല. 1960s വന്നു തുടങ്ങിയപ്പോൾ സാഹിത്യ ലോകത്ത് വലിയൊരു കോളിളക്കമായിരുന്നു. സവർണർക്ക് ആക്ച്വലി ഇതൊക്കെ നടന്ന കാര്യമാണോ? നമ്മുടെ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൽ ഇത്രയും ഭീകരമായ സംഭവങ്ങളൊക്കെ നടന്നിരുന്നോ? ഇത്രയും നാളും ഇതൊക്കെ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു പരിഭവവും അതിനെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദളിത് റൈറ്റിങ്ങിനെ ഗട്ടർ സാഹിത്യം എന്ന് പറഞ്ഞ് അവഗണിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് സാഹിത്യ ലോകം കണ്ടത് ദളിത് സാഹിത്യത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ഇതൊരു മാസ് ലിറ്ററേച്ചറായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം ആയിരിക്കാം, പക്ഷേ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ജീവിതമാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് മാസ് ലിറ്ററേച്ചർ. ദളിത് റൈറ്റിംഗ്സിനൊരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ട്. ഉൻകാ അപ്നാ ഏക് ലക്ഷ്യ ഹോത്താ ഹെ. അതെന്താണ്? ടു മേക്ക് ദ ദളിറ്റ്സ് അവെയർ ഓഫ് ദെയർ സിറ്റുവേഷൻ, ദെയർ റൈറ്റ്സ്, ആൻഡ് ടു മേക്ക് ദ സോ കോൾഡ് ഹൈ കാസ്റ്റ് പീപ്പിൾ അവെയർ ഓഫ് ദി ഇൻജസ്റ്റിസ് ദേ ഹാവ് ബീൻ ഡൂയിങ് ടു ദെയർ ഫെലോ ഹ്യൂമൻ ബീങ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് ദളിത് സാഹിത്യത്തിൻ്റെ ലക്ഷ്യം. ഒന്നാമത്, ഈ അടിച്ചമർത്തപ്പെടുന്ന കാലാകാലങ്ങളായിട്ട് അവഗണിക്കപ്പെടുന്ന ജനസമൂഹത്തിനും അറിയില്ല അവരുടെ റൈറ്റ്സ് എന്താണ്, അവരെ ഈ ചെയ്യുന്ന എല്ലാം ഇൻജസ്റ്റിസാണ് എന്നവർക്കറിയില്ല. അപ്പോൾ അവർക്ക് ആ ബോധം ആദ്യം വരണം. രണ്ടാമത്തത്, ദ സോ കോൾഡ് ഹൈ കാസ്റ്റ് പീപ്പിൾ, അവർ ചെയ്തുകൊണ്ടിരുന്ന ഇൻജസ്റ്റിസ് എന്താണെന്നുള്ളത്, അതും അവരുടെ ഫെലോ ഹ്യൂമൻ ബീങ്സ്, അവരോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് ഇത്രയും കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതും അവരുടെ നെക്സ്റ്റ് ജനറേഷനെയും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ലോ കാസ്റ്റ് ആൾക്കാരെ തൊട്ടുകൂടാ, അൺടച്ചബിലിറ്റി, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൂടാ, അവർ ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിച്ചുകൂടാ. അപ്പം ഈ ഒരു ഇൻജസ്റ്റിസ്, വാട്ട് ദേ ഹാവ് ബീൻ ഡൂയിങ്, അത് ഇനിയും തുടരാൻ പാടില്ല. ഈ ദളിത് റൈറ്റിംഗ്സ് വായിച്ചിട്ട് അങ്ങനെ കുറച്ചു പേർക്കെങ്കിലും ഒരു മാനസിക പരിവർത്തനം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദളിത് റൈറ്റിംഗ്സ് പബ്ലിഷ് ചെയ്യുന്നത്. ദളിത് ആത്മകഥകളാണ് ഒരുപാട് വന്നിട്ടുള്ളത്, വളരെ ടച്ചിങ് ആയിട്ടുള്ളത്. അതിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ശരൺ കുമാർ ലിംബാലയുടെ ആത്മകഥ അക്കർ മാഷി നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. നമ്മൾ മലയാളത്തിൽ എങ്ങനെ നമ്മൾ ആടുജീവിതം വായിച്ചിരിക്കണം എന്ന് പറയുന്നത് പോലെ അക്കർ മാഷി തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. അതെല്ലാ ലാംഗ്വേജസിലും ട്രാൻസ്ലേറ്റഡ് ആണ്. ഈവൻ ഓം പ്രകാശ് വാൽമീകിയുടെ ജൂഠൻ അതും ട്രാൻസ്ലേറ്റഡ് ആണ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വായിച്ചിരിക്കണം, വളരെ അത്യാവശ്യമാണ്. സോ കമ്മിങ് ടു ദിസ് ഷിക്കഞ്ചെ കാ ദർദ്, ഇത് ഒരു ലേഡി റൈറ്ററിൻ്റെ ഫസ്റ്റ് ഹിന്ദിയിലുള്ള ദളിത് ആത്മകഥയാണ്. ഷിക്കഞ്ചെ കാ ദർദ്. ഷിക്കഞ്ച എന്ന് മീൻ ചെയ്യുന്നത് ക്ലച്ചസ് ആണ്. നമ്മൾ ഈ വേട്ടക്കാരൻ്റെ പിടിയിൽ ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിക്കഴിഞ്ഞ് അതിൻ്റെ ക്ലച്ചസിൽ ഇങ്ങനെ പിടിച്ചു വെക്കുമല്ലോ. അപ്പോൾ ആ ഒരു ജീവി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്ര പെടയുന്നോ അത്രയും അതിന് വേദന കൂടും. കാരണം ആ ക്ലച്ചസ് അങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ജീവി അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെയും കിടന്ന പൊളയും പിന്നെയും അതിന് വേദന കൊള്ളും. അതുപോലെയാണ് ഈ ദളിതരുടെ വേദന. അവർ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ അവഗണന നേരിടുന്നത് അവർക്ക് വീർപ്പുമുട്ടലാണ്. അപ്പോൾ അതാണ് ഈ ഷിക്കഞ്ചെ കാ ദർദ് എന്ന് മീൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അവരുടെ ആ ഒരു ലൈഫ്, അതിലെ ആ ഒരു സ്ട്രഗിൾ. ഒരു ദളിത് വനിത ആയത് കാരണം സമൂഹത്തിൽ എന്തൊക്കെ അപമാനം അവർക്ക് സഹിക്കേണ്ടി വന്നു നമുക്ക് നോക്കാം. मकान किराए पर लेने की भी बहुत लंबी कहानी है. बहुत दिनों तक, कितने महीनों तक हम किराए के मकान की खोज में भटकते रहे. അപ്പോൾ ഇതൊരു ആത്മകഥ അംശമാണ്. അപ്പോൾ ആത്മകഥ നീണ്ടു കിടക്കുകയാണ്. വലിയൊരു വോളിയം ആണ് ഈ ആത്മകഥ ഷിക്കഞ്ചെ കാ ദർദ്. അതിൻ്റെ ഒരു ചെറിയ അംശമാണ്. അപ്പോൾ അവർ വീട് വാടകയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ, അത് പൊതുവെ ദളിത്സ് അനുഭവിക്കുന്ന ഒരു വിഷമമാണ്. മക്കാൻ കിരായ പർ ലേനെ കി ബഹുത് ലംബി കഹാനി ഹെ, അതിന് ഒരു വലിയ നീണ്ട കഥയാണ്.
बहुत दिनों तक, कितने महीनों तक हम किराए के मकान की खोज में भटकते रहे. ഭട്ടക്കന എന്ന് വെച്ചാൽ അലയുക, ഒരു വാടക വീട് കിട്ടാൻ വേണ്ടി അലഞ്ഞു. किराए का मकान ढूंढते समय हमें हर जगह अपनी जाति बताना पड़ा. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ വീട് അന്വേഷിക്കുന്നു ആദ്യം അവർ അന്വേഷിക്കുന്നത് ഏത് കൂട്ടരാണെന്നാണ്, ഏത് ജാതിയാണെന്നാണ്. हम अपनी जाति वाल्मीकि बताते थे. അപ്പോൾ ഇവർ വാൽമീകി ജാതിയാന്ന് പറയും. महाराष्ट्र प्रांत में कुछ लोग वाल्मीकि नाम से हमारी जाति के वर्ण और जाति भेद के स्तर को नहीं समझ पाते थे. तब वे हमें 2-4 दिन के बाद आने के लिए कहते. അപ്പം മഹാരാഷ്ട്രയിൽ ചില സ്ഥലങ്ങളിൽ ഈ വാൽമീകി എന്ന് കേൾക്കുമ്പം അത് ഹൈകാസ്റ്റ് ആണോ അതോ SC/ST ആണോ, ഹൈകാസ്റ്റ് ആണോ അതോ ഷെഡ്യൂൾ കാസ്റ്റ് ആണോ എന്ന് അവർക്ക് മനസ്സിലാകത്തില്ല പലർക്കും. അപ്പോൾ അവർ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ജാതിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവർ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ അതിനവർ ചെയ്യുന്നത് എന്താണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറയും. അപ്പോഴത്തേക്കിനും അവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞിട്ട് അവർ വേണ്ടാന്ന് പറയും. तब वे हमें 2-4 दिन के बाद आने के लिए कहते. 2-4 दिन में वे वाल्मीकि रहस्य को जान लेते. तब दोबारा उनके पास जाने पर उनका टका सा जवाब मिलता, मकान किराए पर नहीं देना है. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ആ സമയത്തേക്കിനും അവരെല്ലാം അന്വേഷിച്ച് വെക്കും ഈ ഒരു ജാതി ആക്ച്വലി എന്തുവാണ്. അപ്പോഴത്തേക്കിനും അവർ പറയും ഞങ്ങൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശമില്ല. आप हमारे मकान में कैसे रह सकते हैं. ചിലർ പറയും നിങ്ങൾ എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കും. വാൽമീകി കഹക്കർ ആപ് ഹമേ ബേവ്കൂഫ് ബനാ രഹേ ഥേ. വാൽമീകി എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയായിരുന്നോ. കൈ ബാർ ഇസ് തരഹ കി ബാത്തോं से शर्मिंदा होना पड़ा था. हम ജലാൽഖേഡ ക്ഷേത്ര के ഗോലിപുര में एक मकान देखने गए. അതുപോലെ ഈ ജലാൽഖേഡ ഏരിയയിൽ ഞങ്ങളൊരു വീട് കാണാൻ പോയ കഥ പ്രത്യേകം എടുത്ത് ഓർത്ത് പറയാം. मकान में गाय भैंस का तबेला था. वह मकान अहीर जाति का था. मकान के सामने और आसपास दलदल जैसा गोबर और पानी का गारा था, जिससे गोबर और मूत्र की सड़ी दुर्गंध आ रही थी. അപ്പോൾ ആ ഒരു വീടിൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ അഹീർ ജാതിയായിരുന്നു. ഈ പശുവിനെ എല്ലാം വളർത്തുന്ന കൂട്ടരായിരുന്നേ. അപ്പോൾ അവരുടെ ആ ഏരിയയിൽ മുഴുവനും ചാണകവും ഗോമൂത്രവും ആകെ കൂടെ ഒരു സ്റ്റിഞ്ചി സ്മെല്ലായിരുന്നു. ഉസ് മക്കാൻ മേ പീछे के 2 खाली कमरे किराए पर देना था. ആ വീടിൻ്റെ ബാക്ക് സൈഡിൽ 2 റൂം ഒഴിവുണ്ടായിരുന്നു. അതായിരുന്നു അവർ വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങളത് തേടി ചെല്ലുകയാണ്. घर मालिक ने हमसे जाति पूछी. हमने वाल्मीकि बताया. वह कुछ समझा नहीं. ഞങ്ങൾ ഇപ്പോൾ എവിടെ ചെന്നാലും ആദ്യം എന്താ ജോലി, അല്ലെങ്കിൽ നമുക്കത് റെൻറ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നല്ല നോക്കുന്നത്, ജാതിയാണ് ആദ്യം ചോദിക്കുന്നത്. ഞങ്ങൾ വാൽമീകി ജാതി എന്ന് പറഞ്ഞു, അയാൾക്കൊന്നും മനസ്സിലായില്ല. ഉസ്നെ കഹാ ബാദ് മേ ആവോ. दूसरे दिन प्रकाश हाई स्कूल की 8वीं कक्षा की एक लड़की ने मुझे बताया, टीचर जी कल आप जिस घर को देखने गए थे वे कह रहे थे वाल्मीकि यानी भंगी होता है. അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് പറയാണ്, ടീച്ചർ ഏത് വീടാണോ ഇന്നലെ കാണാൻ പോയത് അവർ പറയായിരുന്നു വാൽമീകി എന്ന് വെച്ചാൽ ഭംഗി ഹോത്താ ഹെ. ഭംഗി എന്ന് വെച്ചാൽ ഈ തോട്ടപ്പണി ചെയ്യുന്നത്, മലമൂത്ര വിസർജനമൊക്കെ തലയിൽ കൊണ്ടു നടക്കുന്ന, ഓട ക്ലീൻ ചെയ്യുന്ന. നോർത്ത് ഇന്ത്യയിലും മഹാരാഷ്ട്രയിലൊക്കെ ഡ്രൈ ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യരുടെ മലം ക്ലീൻ ചെയ്യുന്ന ഇതൊക്കെയാണ് ഭംഗി. ഈവൻ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന വിസർജ്യ വസ്തുക്കളെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. मैंने पूछा तुमको कैसे मालूम. അപ്പം ഞാൻ അതിശയിച്ച് ചോദിച്ചു, ഇവക്ക് എങ്ങനെ അറിയാം, ഈ കുട്ടിക്ക് എങ്ങനെ അറിയാം. ലഡ്കി ബോലി मैं वहीं रहती हूँ तब मैं किसको क्या कहती. അപ്പോൾ പെൺകുട്ടി ആക്ച്വലി ആ കുടുംബത്തിലായിരുന്നു, ഇവരിന്നലെ ചെന്ന വീട്ടിലെ. ऐसी स्थिति में हमें किराए का मकान कहीं भी नहीं मिल रहा था. हमने बहुत मिन्नतें करके महेंद्र कॉमरेड का मकान किराए पर लिया था. इसके लिए भी बहुत പാപ്പട് ബേൽന പടാ. മഹേന്ദ്ര കോമ്രേഡ് എന്ന് എടുത്ത് പറയാൻ കാരണം സഖാവാണ്. കാരണം അയാൾ അപ്പോൾ അങ്ങനെ എടുത്ത് പറയാൻ കാരണം ഈ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർ പൊതുവെ ജാതി ഭേദവ്യത്യാസം അവർ നോക്കാറില്ല. शेर सिंह नाहर दूर के रिश्ते का भतीजा है. उनके साथ ठाक बोरेजी मकान मालिक से मिले. हमारी जाति का नाम सुनकर कॉमरेड की पत्नी ने मकान देने से साफ इनकार कर दिया. ഇപ്പോൾ കോമ്രേഡ് ആണെങ്കിലും അയാളുടെ വൈഫിന് ഇതെല്ലാം വിശ്വാസമുണ്ട്, ജാതി വ്യവസ്ഥയിലല്ല. വൈഫ് പറയും വീട് തരാൻ പറ്റില്ല. उनका बेटा और शेर सिंह नाहर के बीच मित्रता थी. दोनों एक ही पार्टी का काम करते थे.
മഗർ മകാൻ ദേനെ കി ബാത് അലഗ് ഥി. അപ്പോൾ ഈ കോമ്രേഡിൻ്റെ മകനും ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ഷേർ സിംഗ് നാഹർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ വീട് കൊടുക്കുന്ന കാര്യം വരുമ്പം കമ്മ്യൂണിസവും ഫ്രണ്ട്ഷിപ്പും ഒന്നും അവർ നോക്കില്ല. तब ठाकबोरे जी ने हमारे स्कूल के संस्थापक और मैनेजर श्री प्रकाशी जी से मिन्नतें की और उन्हें साथ लेकर कॉमरेड की पत्नी और बेटे से मिलने गए. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ മാനേജറിനെ വിളിച്ച്, കാരണം മാനേജർ ആകുമ്പോൾ ഇച്ചിരി ഹൈ പോസ്റ്റ് ആണല്ലോ, അപ്പോൾ അയാളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാൻ പോയി. प्रकाशी जी जैसे बड़े व्यक्ति के आग्रह पर कॉमरेड की पत्नी से मुश्किल से मकान देना स्वीकार किया. सबसे पहले तो मकान का किराया ही दुगना बताया. यद्यपि മഹേന്ദ്ര കോമ്രേഡ് की പത്നി നാരാസ് थी. ഇരട്ടി വാടക ഞങ്ങളോട് ചോദിച്ചു. പക്ഷേ എന്നിട്ടും അവരുടെ മുഖത്തൊരു തൃപ്തിയില്ലായിരുന്നു. ഞങ്ങൾക്ക് വീട് തരാൻ അവർക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു. महेंद्र जी नहीं थे. बेटे ने माँ को समझाया. फिर भी माँ ने हमारे लिए कई बंधन और शर्तें रखी थी. അപ്പോൾ കോമ്രേഡ് അവിടെ ഇല്ലായിരുന്നു. കോമ്രേഡിൻ്റെ മകൻ അമ്മയെ മനസ്സിലാക്കിപ്പിച്ചു. എന്നിരുന്നാലും ആ സ്ത്രീ ഒരുപാട് കണ്ടീഷൻ ഞങ്ങൾക്കായിട്ട്, കാരണം മറ്റ് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർക്കായിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി വാടകയെ കൊടുത്താൽ മതിയായിരുന്നു, ഇത്രയും കണ്ടീഷൻസും കാണില്ല. ഞങ്ങളോട് എന്തൊക്കെ പറഞ്ഞ്, തുമ്ഹാരെ റിഷ്തേദാർ യഹാ നഹി ആയെങ്കിൽ തും യഹാ കോയി കാര്യക്രം ആദി നഹി കരോഗി. നിങ്ങളുടെ റിലേറ്റീവ്സ് ഇവിടെ വരാൻ പാടില്ല, ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും നടത്താൻ പാടില്ല. തുംസെ പടോസിയോങ്കോ കോയി പരേശാനി നഹി ഹോനി ചാഹിയെ. നിങ്ങൾ കാരണം നെയ്ബേഴ്സിന് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ऐसी अनेक ഷർത്തോं को हमने सहज ही मान लिया था. ഈ കണ്ടീഷൻസ് എല്ലാം ഞങ്ങൾ സമ്മതിച്ചു, കാരണം ഞങ്ങൾക്ക് എങ്ങും വീട് കിട്ടുന്നില്ലായിരുന്നു. मिट्टी की दीवार और छोटे देशी कबेलू की छत का वह मकान बहुत पुराना था. दोनों तरह घरों की कॉमन दीवारें थी. घर में दिन में भी अंधेरा रहता था. വീടിൻ്റെ അകത്ത് പ്രകാശം വരാനുള്ള ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. ആകെ ഇടുങ്ങിയൊരു മുറിയായിരുന്നു. छत और दीवारों से मिट्टी गिरती रहती. फिर भी हमने वह मकान अधिक किराए पर खुशी से ले लिया. അവിടെ ഇവിടെ നിന്നുമൊക്കെ മതിലിൽ നിന്നും റൂഫിൽ നിന്നുമൊക്കെ മണ്ണ് പൊടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. പഴയ വീടായിരുന്നു, ഒരു വെന്റിലേഷനും ഇല്ല. എന്നിരുന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ ഡബിൾ വാടക കൊടുത്ത് ആ വീട് എടുക്കുകയുണ്ടായി. जाति के कारण कहीं और दूसरा मकान मिलना मुश्किल था. लोग किसी की पहचान पाने के लिए सबसे पहले जाति पूछते हैं. आप कौन हैं? इसका मतलब है आप किस जाति के हैं. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നതിൻ്റെ അവരുടെ അർത്ഥം എന്താണ്, നിങ്ങൾ ഏത് ജാതിയാണ്, അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. मकान किराए पर लेने के लिए तो जाति का अपना अहम महत्व है. जाति के बिना समाज नहीं हो सकता. जाति के बिना इंसान नहीं हो सकता. जाति की जानकारी के बिना सामाजिक व्यवहार नहीं हो सकता. ऐसी स्थिति में कॉमरेड भाई का वह टूटा फूटा मकान मिल सका, उसी में संतोष किया. ജാതി നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. വൺസ് ഒരു ജാതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയാലും എത്ര സമ്പത്ത് നേടിയാലും എന്തൊക്കെ ലോകത്ത് കാണിച്ചു കൂട്ടിയാലും നമുക്ക് ജാതി ഇന്ന ജാതിയിൽപ്പെട്ടതാണെന്നൊന്നും മായ്ക്കാൻ പറ്റില്ല. हम 1980-81 के बाद भालदापुरा के पास बहुजन मराठा समाज की इस बस्ती में रहे. मिट्टी के उस अंधेरे घर में मैंने पहली बार अपनी गृहस्थी शुरू की. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് താമസിച്ച് എൻ്റേതായ ഒരു കുടുംബജീവിതം ആ വാടക വീട്ടിലാണ് തുടങ്ങിയത്. सासू माँ बीमार थी. ननद जब तब आकर खूब खरी खोटी सुनाकर जाती. अपना कहने को वहाँ आस पास कोई नहीं था. दिन इसी तरह बीतते रहे, एकाकी, अपने आप में सीमित. അപ്പം നമുക്ക് അവിടെ താമസിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നെയ്ബേഴ്സുമായിട്ട് അധികം ഇടപഴകാൻ പാടില്ല, നമ്മുടെ റിലേറ്റീവ്സിനെ ആരെയും ഇവിടെ കൊണ്ടുവന്നൊരു ഫംഗ്ഷനും നടത്താൻ പാടില്ല. ചുരുക്കം പറഞ്ഞാൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം നടക്കത്തില്ല. വീട്ടിൽ നാത്തൂൻ വല്ലപ്പോഴും വരും. അമ്മായിയമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മായിയമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അപ്പം നാത്തൂൻ വന്ന് നാത്തൂൻ്റെ വകയായിട്ടും കുറേ എന്നെ പറഞ്ഞിട്ട് പോകും. അമ്മായിയമ്മയെ ശരിക്കും നോക്കുന്നില്ല എന്ന് പറഞ്ഞായിരിക്കും. ഏതായാലും കൊള്ളാം, ആകെ ഒരു ലോൺലിനെസ് ആയിരുന്നു. एकदम एकाकी, अपने आप में सीमित. हम चुप चुप ही रहते थे. पारिवारिक समस्या और आर्थिक कठिनाइयों के साथ साथ हम जाति भेद के दंश भी सहन कर रहे थे. पड़ोसियों की उपेक्षा और तटस्थता से अपमान महसूस होता था. जाहिर तौर पर भी अपमान होता रहा. വെളിയിലിറങ്ങിയ നെയ്ബേഴ്സ് ഞങ്ങളെ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ശ്വാസം മുട്ടിയുള്ളൊരു ജീവിതമായിരുന്നു അവിടെ ആ വീട്ടിൽ.
एक दिन सुबह मैं अपना आंगन घर झाड़ने की झाड़ू से झाड़ रही थी। पड़ोस की महिला भी आंगन झाड़ने के लिए बाहर आई। पति के पान ठेले के भरोसे गरीबी में उनका गुजारा होता था। उसे देखकर मैंने ഔപചാരികതാവശ് पूछा, हो गया काम? അപ്പോൾ ഒരു ദിവസം വെളിയിൽ മുറ്റം ഇങ്ങനെ അടിക്കാൻ ചൂലുമായിട്ട് ഇറങ്ങിയപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വീട്ടിലെ ഒരു ലേഡി അവരും വെളിയിൽ എന്തോ കാര്യത്തിന് ഇറങ്ങി. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് പാൻ വിൽക്കുന്ന, അപ്പോൾ അതിൽ വലിയ വരുമാനമില്ല. അപ്പോൾ ഇവർ, ഈ റൈറ്റർ ബേസിക്കലി ടീച്ചറാണ്. അപ്പം മറ്റുള്ളവരെക്കാളും വാസ്തവത്തിൽ സാമ്പത്തികമായിട്ട് അല്പം വെൽ ഓഫാണ്. പക്ഷേ നെയ്ബറിൻ്റെ ആ ലേഡിയുടെ ഹസ്ബൻഡ് പാൻ വിൽക്കുന്ന ആളാണ്. അയാൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സ്ത്രീയെ കണ്ടപ്പോൾ ഒരു ഔപചാരികത വശം ഞാൻ ഇങ്ങനെ ചോദിച്ച്, പണിയൊക്കെ തീർന്നോന്നും. कभी कभी ऐसे ही एक दो बातें होती थी. हम बात कर रहे थे, तभी वहाँ अपनी झोली लेकर एक भिखारी आया. उसने ज़ोर से आवाज़ लगाई, മാ ദയാ കറോ, ധർമ്മ കെ നാം പർ ദാൻ കറോ. അപ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരൻ വന്നു. അപ്പോൾ അയാൾ വന്ന് ദയാ കറോ, ധർമ്മ കെ നാം പർ ദാൻ കറോ. पड़ोसन तुरंत भिक्षा लेने अंदर चली गई. मैं उस भिखारी को देख रही थी. तभी सामने के घर की महिला ने भिखारी को आवाज़ देकर बुलाया. वह ഭിക്ഷ पहले ही दे चुकी थी. अब कोई नेक सलाह दे रही थी. അപ്പോൾ ഓപ്പോസിറ്റിലെ ലേഡി ഓൾറെഡി ഇയാൾക്ക് ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുത്തിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരിക്കൽ കൂടി ആ ഭിക്ഷക്കാരനെ അവരുടെ അവിടത്തേക്ക് വിളിച്ചു. ഭിഖാരി സിർ ഹിലാത്ത हुआ वापस आया. पड़ोसन ने एक कटोरी आटा बहुत श्रद्धा भाव के साथ उसकी झोली में डाला. मैं बरामदे में आ गई. बरामदे से मैंने देखा और सुना. पड़ोसिन भिखारी से हमारे घर की ओर इशारा करके कह रही थी, महाराज जी, इस घर की भिक्षा नहीं लेना, यहाँ जमादारन रहती है. അപ്പോൾ ആ ലേഡി, ഓപ്പോസിറ്റ് താമസിക്കുന്ന ലേഡി ഭിക്ഷക്കാരനോട് പറഞ്ഞത് എന്താണ്? ആ വീടുണ്ടല്ലോ, അവിടെ നിന്ന് ഭിക്ഷ നിങ്ങൾ മേടിക്കരുത്, അവിടെ ജമാദാരനാണ് ഇരിക്കുന്നത്. അവിടെ എന്താണ്, തൂപ്പുപണിയൊക്കെ ചെയ്യുന്നവരാണ് ജീവിക്കുന്നത്, താന്ന ജാതിക്കാരാണ്. यह सुनते ही मेरे कानों में जैसे बम फटा. मेरा सिर झन्ना गया, जैसे किसी ने कनपटी पर झन्नेदार चोट मारी हो. उसे पता था मैं हाई स्कूल में शिक्षिका हूँ, फिर भी सवर्ण मानसिकता के कारण, जाति से और ऊंच नीच के जाति भेद से उसने मुझे बस यही समझा था. ആ ലേഡിക്കറിയാം ഞാൻ സ്കൂളിലെ ടീച്ചറാണ്, ഞാൻ ഡെയിലി സ്കൂളിൽ പോകുന്നു വരുന്നു എന്നൊക്കെ അറിയാം. പക്ഷേ എന്നാലും ആ ഭിക്ഷക്കാരൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ജാതിയാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. भिखारी ने झूमते हुए सिर हिलाकर कहा, अच्छा हुआ माताजी आपने बता दिया, मैं भला उनके घर का आटा कैसे ले सकता हूँ. അപ്പം നോക്കിയേ ഭിക്ഷക്കാരന് വരെ ഈ താന്ന ജാതിക്കാരുടെ വീട്ടിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അയാൾ അങ്ങ് പോവും. सामने की घर की महिला ने भी भिखारी को बुलाकर यही कहा होगा. यह मेरा अपमान था, मगर कहीं कोई चारा नहीं था. मैंने बरामदे से भिखारी को और पड़ोसन को देखा. അപ്പോൾ എനിക്ക് മനസ്സിലായി ചുറ്റിനുമുള്ളവരെല്ലാം ഭിക്ഷക്കാരോട് പോലും ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഭിക്ഷക്കാരനെ സൂക്ഷിച്ച് നോക്കി. पड़ोसन फटी हुई पुरानी साड़ी पहने थी. रूखा सूखा चेहरा, सूखे सूखे हाथ पैर थे, जैसे कई दिनों से भरपेट न खाया हो. ഞാൻ ആ എൻ്റെ നെയ്ബറിനെ ശ്രദ്ധിച്ചു. അവർ ശരിക്കും ദാരിദ്ര്യത്തിലാണെന്ന് കണ്ടാലേ അറിയാം. എന്നുവെച്ചാൽ ഭക്ഷണം തീരെ ഇല്ലാത്തൊരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ പോലെയാണ് അവരെ കണ്ടിട്ട്. അതുപോലെ ഭിഖാരിയോ പൂരി തര പൂരി തര ചക്കാചക് ദിഖ് റാ ഥാ. ഭിക്ഷക്കാരനാണെങ്കിൽ നല്ല വെൽ ഓഫ് ആയിട്ടാണ് അയാളുടെ അപ്പിയറൻസ്. सिर में भरपूर डाला गया तेल चेहरे पर भी चमक रहा था. काला रंग और गोल मटोल शरीर था. वह सस्ता नकली रेशम का भगवा कुर्ता और पीली धोती पहना था. അപ്പോൾ ആ ഭിക്ഷക്കാരൻ വാസ്തവത്തിൽ നല്ല വെൽ ഓഫ് ആണെന്ന് എനിക്ക് കണ്ടപ്പം തോന്നി. പിന്നെ അയാൾ ചുമ്മാ ഇങ്ങനെ അഭിനയിച്ച് ഭിക്ഷ നേടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. लाल रंग का रेशमी दुपट्टा गले में लिपटा था. माथे पर सफ़ेद चंदन की 3 लकीरें बनी थी. पैरों में बाटा का जूता और मोजे थे. കാലിൽ ഷൂസും സോക്സും, പിന്നെ അപ്പിയറൻസ് ഒരു സന്യാസിയെ പോലെ കുറേ ചന്ദനമൊക്കെ ഇട്ട്. कुछ भिखारी मांगने के लिए स्वांग बनाकर रखते थे. ഭിക്ഷ देने वाले उन्हें महाराज कहते. ചില ഭിക്ഷക്കാർ ഒരു ഭിക്ഷ യാചിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അവർ ഇല്ലായ്മ കൊണ്ടല്ല, അങ്ങനത്തെ ഒരു വ്യക്തി എങ്ങാണ്ടായിരുന്നു ഈ ഭിക്ഷക്കാരൻ. भिखारी मेरे घर की ओर देखते हुए आगे बढ़ गया. यदि वह मुझसे मांगता तब भी मैं उस चिकने चिपड़े भिखारी को कुछ नहीं देती.
मगर यहाँ तो वह न मांग कर मेरा अपमान करके गया था. ഇത്രയും സ്റ്റൈലുള്ളൊരു ഭിക്ഷക്കാരൻ വാസ്തവത്തിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചായിരുന്നെങ്കിലും ഞാൻ കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. എൻ്റെ വീട്ടിൽ ചോദിക്കാതെ തന്നെ അയാൾ അങ്ങ് കടന്നുപോയി. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു ഇൻസൾട്ടായി. भिखारी चला गया. पड़ोसन महिला भी घर के अंदर चली गई. मगर मैं वहीं बरामदे में खड़ी इस बात पर सोचती रही. मन में उथल पुथल होती रही. जाति ऐसी चीज़ है जो कभी जाति नहीं है. जाति എന്ന് പറഞ്ഞാൽ ഒരിക്കലും മായ്ക്കാൻ പറ്റില്ല. जाति व्यवस्था जनमानस में बहुत गहराई तक अपनी जड़ें जमाकर बैठी है. इंसान के जीवन में जैसे जाति ही सब कुछ है, बाकी और कुछ भी नहीं. മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ജാതിയാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഓരോരുത്തരുടെ പെരുമാറ്റം കാണുമ്പോൾ. इस बात से मेरा मन दुखी हो गया था. भालदापुरा के उस मोहल्ले में ऊंची जाति की कहलाने वाली एक भी महिला ഗ്രാജുവേറ്റ് नहीं थी. ആ ഒരു ഏരിയയിൽ ഭാൽദാർപുരയിൽ വാസ്തവത്തിൽ സ്ത്രീകളിൽ ആരും തന്നെ ഗ്രാജുവേഷൻ എടുത്തവരില്ലായിരുന്നു. മെട്രിക് ഭി നഹി ഹോഗി, എന്തിനധികം പറയുന്ന മെട്രിക് പാസ് പോലും അല്ല. വേ ഘർ കാ കാം കർനെ വാലി ബായി ജൈസി थी. വീട്ടു ജോലി ചെയ്യുന്ന ജോലിക്കാരികളെ പോലായിരുന്നു അവരെല്ലാവരും വീട്ടിൽ അവരുടെ അവസ്ഥ. ഫിർ ഭി ഉന്മേ ഉच्च ജാതി കാ അഭിമാൻ ഥ. പക്ഷേ അഹങ്കാരം, അവരുടെ ജാതി ഉയർന്നതാണ്, അത് ഒട്ടും കുറവല്ലായിരുന്നു. മറാഠ, കുൻബി, കോഷ്ടി, തേലി, തമോലി ജൈസി ബഹുജൻ ജാതി की होकर भी वे स्वयं को श्रेष्ठ मानती थी. അപ്പോൾ അവരും ഈ മറാഠ, കുൻബി, അവർ ബ്രാഹ്മൺസ് അല്ല. ഇവരെ ഈ പുച്ഛിക്കുന്നവർ ഉയർന്ന ജാതിക്കാരാണ്, പക്ഷേ ബ്രാഹ്മിൺസ് അല്ല. എങ്കിൽ അതിന് തൊട്ട് താഴെയാണ്, എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി തന്നെയാണ് അവരും. പക്ഷേ SC അല്ല, ഷെഡ്യൂൾ കാസ്റ്റ് അല്ല, അവരെയൊക്കെ ഇച്ചിരി ഹയ്യറാണ്. എന്നിട്ട് അവരാണ് ഈ കളിയാക്കുന്നത്. वे मुझे स्कूल में अध्यापन के लिए जाते देखती थी, मगर इस बात का उनके लिए कोई महत्व नहीं था. याद रखने की बात सिर्फ जाती थी. അവർ ഡെയിലി കാണുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, അപ്പോൾ അതിനർത്ഥം ഞാൻ ഗ്രാജുവേറ്റ് ആണ് മിനിമം. പക്ഷേ അവർക്കതൊന്നൊരു പ്രശ്നം അല്ല, എൻ്റെ ജാതിയാണ് അവർക്ക് പ്രശ്നം. जातिभेद के दंश ने मुझे बहुत पीड़ित किया है. मेरे साथ ही ऐसी घटनाएं क्यों घटी, यह बात नहीं है. ऐसी घटनाएं मेरे जैसे सभी के साथ लगातार घटती रहती है. എൻ്റെ അടുത്ത് മാത്രമല്ല, എന്നെ പോലുള്ള പലരുടെ അടുത്തും ഡെയിലി ഇതുപോലത്തെ ഇൻസൾട്ട്സ് നടക്കുന്നുണ്ട്. अपमान वे ही महसूस करते हैं जिन्हें सम्मान मिला हो या जिन्होंने सम्मान को समझा हो. सम्मान मिलने पर भी मैंने लगातार ऐसे जाति भेद और छुआछूत के अपमान को भोगा है. मानसिक संताप की वे घटनाएं मेरे लिए अविस्मरणीय बन गई हैं. ഇതുപോലത്തെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിൽ ആൾക്കാർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുമ്പോൾ, ഈവൻ ഭിക്ഷക്കാരൻ വരെ നമ്മളെ ആട്ടിത്തുപ്പിയിട്ട് പോകുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നും. അതൊക്കെ അവിസ്മരണീയമാണ്, ഒരിക്കലും മറക്കാനൊക്കത്തില്ല. हमारे स्कूल के सहकर्मी शिक्षक गिरधारी लाल सोलंकी की मिसेस एक बार हमारे घर आई. उन्होंने हमारे घर चाय नाश्ता किया. हमसे मिलकर वे बहुत खुश हुई. वह स्वयं को प्रगतिवादी मानती थी. वे मुझसे अक्सर कहती थी, मैं जाति पाति नहीं मानती. जाति में क्या रखा है, सबको भगवान ने एक जैसा बनाया है. അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങളുടെ കൊലീഗിൻ്റെ മിസ്റ്റർ ഗിരിധാരിലാൽ സോളങ്കിയുടെ വൈഫ് ഞങ്ങളുടെ വീട്ടിൽ വരികയുണ്ടായി. അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു. അതൊരു വലിയ സംഭവം പോലാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരും വന്ന്, വേറെ ഹൈ കാസ്റ്റിലുള്ളവരാരും വന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഹംസെ മിൽക്കർ വേ ബഹുത് ഖുഷ് ഹുയി, സ്വയം കോ പ്രഗതിവാദി മാൻതി ഥി. അവരിതെല്ലാം കഴിച്ചിട്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ വളരെ ഫോർവേഡ് തിങ്കിങ് ആണ്, എനിക്ക് ജാതി പാന്തിയിലൊരു വിശ്വാസവും ഇല്ല. जाति में क्या रखा है, सबको भगवान ने एक जैसा बनाया है. उनकी ऐसी बातें सुनकर मुझे बहुत खुशी होती थी कि दुनिया में अच्छे लोग भी रहते हैं. അപ്പം മിസ്സസ് സോളങ്കിയുടെ ഇങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ കേട്ടപ്പം എനിക്കും വളരെ സന്തോഷമായി, ഈ ലോകത്ത് കുറച്ചെങ്കിലും നല്ല മനുഷ്യർ ഉണ്ടല്ലോ. दूसरी बार जब वह हमारे घर आई तब ठाकबोरे जी और मैं घर में नहीं थे. दरवाज़ा बंद देखकर उन्होंने पड़ोसन से पूछा, ये लोग कहाँ गए. അവർ സെക്കൻഡ് ടൈം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു, ഞാനും ഹസ്ബൻഡും. അപ്പോൾ വീട് അടഞ്ഞു കിടക്കുന്ന, അപ്പോൾ അവർ നാച്ചുറലി അടുത്ത നെയ്ബേഴ്സിനോട് ചോദിക്കും ഇവരെവിടെ പോയെന്ന്. മിസ്സസ് സോളങ്കി കാ യഹ പ്രശ്ന പടോസിൻ കോ ഇസ് റൂപ് മേ സുനായി ദിയ, യേ ലോഗ് കോൺ ഹെ. അപ്പം ഞങ്ങളുടെ നെയ്ബർ ആണെങ്കിൽ എല്ലാം ജാതിയിൽ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലേഡിയാണ്.
മിസ്സസ് സോളങ്കി അവരോട് ചോദിച്ചത് ഞങ്ങൾ എവിടെ പോയെന്നാണ്. പക്ഷേ ആ ലേഡി ഞങ്ങളുടെ നെയ്ബർ കേട്ടത് ഇവരേത് കൂട്ടരാണ് അങ്ങനെ ചോദിച്ച പോലെ. मिसेस सोलंकी ने पड़ोसिनों की बातें हमें बताई थी. वैसे भी किसी नए व्यक्ति को यह बताना पड़ोसिन अपना धर्म समझती थी कि हम कौन हैं. അപ്പം മിസ്സസ് സോളങ്കി പിന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നെയ്ബേഴ്സ് നിങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ജാതി, നിങ്ങളുടെ ആ താന്ന ജാതിയെ പറ്റിയാണ് വർണ്ണിച്ചത്. അപ്പോൾ ഞങ്ങൾക്കത് അറിയാം. ഞങ്ങളുടെ നെയ്ബറിൻ്റെ മെയിൻ ജോലി ആര് ഞങ്ങളെ അന്വേഷിച്ച് വന്നാലും ഞങ്ങളൊരു ടീച്ചറാണെന്നോ സമൂഹത്തിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചറാണെന്നല്ല അവർ പറയുന്നത്. ഞങ്ങളുടെ ജാതി ഏതാണെന്നാണ് എല്ലാവരെയും കുട്ടിഘോഷിക്കുന്നത്. पड़ोसिन और सामने के घरों की महिलाएं घर में ही रहती थी. हमारे लिए पूछने पर वे वही बताने लगी जो उनके मानस में था. पड़ोसन ने तत्परता से बताया था, है कोई झाड़ू वाली यहाँ रहती है, हम तो उनसे कोई वास्ता नहीं रखते, न लेना न देना. അവർ പറഞ്ഞെന്താണ്, ഏതോ തൂപ്പുകാരിയാണ് അവിടെ താമസിക്കുന്നത് കേട്ടോ, ഞങ്ങൾ അടുപ്പിക്കത്തില്ല കേട്ടോ, ഒന്നും അങ്ങോട്ടും കൊടുക്കില്ല ഇങ്ങോട്ടും എടുക്കില്ല. पड़ोस में है तो मुँह देखना ही पड़ता है. कॉमरेड का बेटा बड़ा महान बनता है. उसी ने अपना घर किराए पर देकर इन्हें यहाँ बसा लिया है. ആ കോമ്രേഡ് ഉണ്ടല്ലോ, സഖാവ്, അയാളുടെ മോൻ വളരെ ഫോർവേഡ് തിങ്കിങ് ആണ് പോലും. അയാളാണ് ഈ കൂട്ടരെ ഇവിടെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ എന്താ ശല്യം, വെളിയിലിറങ്ങിയ ഇവരുടെ മുഖം കാണണം. मिसेस सोलंकी को कुछ न बोलते देखकर पड़ोसिन बोली थी, आप कौन हो? आप तो ऊंची जाति की लगती हो. अपनी जाति ऊंची होने का अभिमान सबको होता है. मिसेस सोलंकी ने तब गर्व के साथ बताया था, हम सोलंकी हैं, राजपूत ठाकुर हैं. അപ്പം മിസ്സസ് സോളങ്കിയുടെ അടുത്ത് എൻ്റെ നെയ്ബർ ചോദിക്കും, മാഡത്തിനെ കണ്ടിട്ട് നല്ല ഹൈ കാസ്റ്റാണെന്ന് തോന്നുന്നല്ലോ, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ വളരെ, അപ്പം നാച്ചുറലി കാസ്റ്റിൻ്റെ മിസ്സസ് സോളങ്കി ജാതി നോക്കുന്നില്ല എന്ന് പറഞ്ഞ ലേഡിയാണെങ്കിലും ഒരാൾ താങ്കളെ കാണുമ്പോൾ നല്ല ഹൈ കാസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഒരു അഭിമാനം. അവർ പറയാം, ഹം സോളങ്കി ഹേ, രാജ്പൂത് ഠാക്കൂർ ഹേ. हमारे सोलंकी गुरुजी और ये दोनों एक ही स्कूल में पढ़ाते हैं. मैं ऐसे ही मिलने आई थी. അപ്പം മിസ്സസ് സോളങ്കി പറയും, എൻ്റെ ഹസ്ബൻഡും ഇവരും ഒരേ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, ഞാൻ വെറുതെ അവരെ കാണാൻ വന്നതാണ്. पड़ोसिनों की कुछ बातें सोलंकी मैडम ने हमें बताई थी. जो उन्होंने नहीं बताया वह पड़ोस के बच्चों से अलग अलग किस्तों में मालूम हो गया था. सामने वाली महिला भुनभुनाते हुए बड़बड़ाने लगी थी, हम तो राह देख रहे हैं, ये कब यहाँ से जाएं तो पाप कटे, रात दिन मुँह देखना पड़ता है. അപ്പം മിസ്സസ് സോളങ്കി ഞങ്ങളോട് പിന്നീട്, നിങ്ങളുടെ നെയ്ബേഴ്സ് നിങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ നിങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്നുള്ളത് പറഞ്ഞു. അതല്ലാതെ മിസ്സസ് സോളങ്കി പറയാത്തത് വേറെ നാട്ടിലെ കൊച്ചു കുട്ടികൾ പറഞ്ഞു തന്നു. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ നെയ്ബേഴ്സ് ഇങ്ങനെ പുറുകുറുക്കും, ഹം തോ രാഹ് ദേഖ് രഹേ ഹേ, യെ കബ് യഹാ സേ ജായ്, ഇവർ ഈ നാശങ്ങൾ എപ്പോൾ ഇവിടുന്ന് പറക്കിക്കെട്ടി പോവും, ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? രാത്ത് ദിൻ മൂ ദേഖ്നാ പടുത്താ ഹെ, രാവും പകലും വെളിയിലിറങ്ങിയ ഇതുങ്ങളുടെ ഈ ഒരു അടിച്ചുവാരിക്കാരിയുടെ മുഖമാണ് കാണേണ്ടത്. हम तभी आ गए थे. स्कूल की छुट्टी के बाद कुछ खरीदी करके लौटे थे. मेरे हाथों में छात्रों की परीक्षा के उत्तर पत्रिका के बंडल थे. मैंने और ठाकबोरे जी ने खुशी जाहिर करते हुए मिसेस सोलंकी को नमस्ते कहा, मगर तब उन्होंने हमारी पड़ोसिनों के सामने अपनी अधिक खुशी जाहिर नहीं की. मैं समझ गई थी पड़ोसिन ने अपने मन का जहर उगला होगा. അപ്പം മിസ്സസ് സോളങ്കി അവിടെ നിൽക്കെ തന്നെ ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങളെന്തോ ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു, സ്കൂൾ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുട്ടികളുടെ ആൻസർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും ഇങ്ങനെ അകത്തോട്ട് കയറി വന്നു. പക്ഷേ മിസ്സസ് സോളങ്കി ജസ്റ്റ് ഒരു സാധാ ഒരു നമസ്തേ, ഇത് ഞങ്ങളെ കണ്ടിട്ട് വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല. കാരണം എന്താണ്? ആ നെയ്ബർ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു.